എനിക്ക് സാധാരണക്കാരായ മനുഷ്യരോടും മലയാളികളോടുമാണ് പറയാനുള്ളത്. നമ്മളൊക്കെയും പരസ്പരം അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കി പോകുന്ന ഈ മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, അയൽബന്ധങ്ങളുടെ, ഔദ്യോഗിക ബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ, തൊഴിൽ ബന്ധങ്ങളുടെ ഒക്കെ ഒരു പരിചയപ്പെടലുണ്ട്. ആ പരിചയപ്പെടൽ നേർക്ക് നേരെ നമുക്കുള്ള ബോധ്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ വളരെ തീവ്രഭാഷ്യമുള്ള ഒരു മുസ്ലിമിനെ കണ്ടെന്നിരിക്കും, വളരെ തീവ്രഭാഷ്യമുള്ള ഒരു ഹിന്ദുവിനെ കണ്ടെന്നിരിക്കും, അതേ വിദ്വേഷമുള്ള അല്ലെങ്കിൽ തീവ്രഭാഷ്യമുള്ള ഒരു ക്രിസ്ത്യാനിയെ കണ്ടെന്നിരിക്കും. പക്ഷേ അങ്ങനെ കാണുമ്പോഴും നമ്മൾ ഇന്നലകളിലൊക്കെ വിശ്വസിച്ചു പോരുന്നൊരു സംഗതി അതൊന്നുമല്ല അതിൻ്റെ ആകെ രൂപം. അതൊക്കെ ഒറ്റപ്പെട്ട ചിലരാവാം അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഓർത്തു പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വേറെ കുറേ സ്നേഹബന്ധങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്കറിയാവുന്ന ഒരു ഹിന്ദു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു മുസ്ലിം, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ക്രിസ്ത്യൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്, നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്, മകനെ പോലെ കണ്ടിട്ടുള്ളത്, അങ്ങനെയുള്ള മനുഷ്യരുടെ മുഖം ഓർമ്മ വന്ന് നമ്മൾ അതിലേക്കായിരുന്നു ഇന്നലകളിൽ ചേർന്ന് നിന്നത്. എന്നാൽ ഇന്ന് ചില സ്ഥാപിത താല്പര്യക്കാരായ, ചില പരമവിദ്വേഷികളായ, ചില നേതാക്കളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, എന്തൊക്കെയോ നമ്മളെക്കാൾ കൂടുതൽ അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലരൊക്കെയും നമ്മളെ വെറും കളിപ്പാവകളെപ്പോലെ പരസ്പരം വിദ്വേഷികളാക്കി മാറ്റുകയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ ചെയ്തികൾക്ക് നമ്മൾ കീഴടങ്ങാൻ പാടില്ല. ഇത് അവരുടെ ഉപജീവന മാർഗമാണ്. അവരുടെ ഉപജീവന മാർഗം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സാറിന് പറയില്ലേ, ഈ വിഷം വിൽക്കാൻ വെക്കുന്നവന് അവന് നിർബന്ധമായും നമ്മുടെ പൂന്തോട്ടത്തിൽ, നമ്മുടെ വിളയിൽ ചാഴി കയറിയേ പറ്റൂ, എങ്കിലേ അവൻ്റെ വിഷം വിൽക്കൂ. ശവപ്പെട്ടി ഉണ്ടാക്കുന്നവന് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മരണം നടക്കണം. അപ്പോൾ അവൻ മനസ്സുകൊണ്ട് അതിൻ്റെ സീസൺ കണക്കാക്കി, അവനറിയാം ഈദ് മാസങ്ങളിൽ കൂടുതൽ മരണം ഉണ്ടാവുന്നൊക്കെ, അതനുസരിച്ച് അവൻ ഉണ്ടാക്കി വെക്കും. അതവൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് ചില രാഷ്ട്രീയക്കാരെന്ന് വിശ്വസിക്കുന്ന കപടന്മാരെയും വഞ്ചകന്മാരെയും കാണേണ്ടത്. അത്തരത്തിലൊരു ഒന്നാന്തരം കാപട്യമുള്ള ആളാണ് ചീച്ചി ജോർജ് എന്ന് പറയുന്ന ഒരാൾ. അയാളിപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന ഒന്ന് കേൾക്കാം. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, പിന്നെ കുഴപ്പം, മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാറിലവർ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, മോത്തിലാറിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ, പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പം നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം, അല്ല ഇല്ല. മത്തായിയുടെ പുസ്തകം വായിക്കും, അപ്പം മനസ്സിലാവും. മനസ്സിലായി? മത്തായി എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. ഇത് ഇയാൾ ഈ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇതിനേക്കാൾ കടുപ്പമുള്ള പലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിദ്വേഷത്തിന് കേസെടുത്തിട്ടുണ്ട്. ആ കേസൊക്കെ പുല്ലാണ് എന്ന് പറയുന്നതിന് പോലും പുള്ളിക്കൊരു മടിയുമില്ല. ഇത് അദ്ദേഹം ഇന്ന് പറഞ്ഞതാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു മതപ്രഭാഷണ പരമ്പര കേൾക്കാം. ഇത് പറയുമ്പോൾ ഇയാളെ കൊണ്ടുവന്ന് കെട്ടി എഴുന്നള്ളിച്ച് അനുകൂലിക്കുന്ന കാളകളും എതിർക്കുന്ന കാളകളും ഒരുപോലെ പണ്ടും ഇന്നും മനസ്സിലാക്കണം, ഇയാൾക്കൊന്നും ഇതൊന്നും അല്ല പ്രസക്തി. അയാളുടെ പ്രസക്തി കഴിയുമെങ്കിൽ കുഴിയിലേക്ക് പോകുമ്പോൾ വരെ 1 വർഷത്തേക്കൊരു പദവി കിട്ടുമെങ്കിൽ അതുമായി കുഴിയിൽ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് അവിടെയുള്ളത്. ഈ പ്രസംഗം ഒന്ന് കേട്ടോളൂ. ഇതുപോലൊരു മനോഹരമായ മതപ്രഭാഷണം ഒരു മുസ്ലിയാക്കന്മാർ പോലും നടത്തിയിട്ടില്ല. ഇത് നടത്തുന്നത് PC ജോർജ് മൗലാനയാണ്. പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസം. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല,
അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. ഇതാണ് PC ജോർജിൻ്റെ പ്രസംഗം. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ അന്ന് കുറേ കാളകൾ കൈയടിച്ചിട്ടുണ്ടാവും. ഓ PC ജോർജ് പറയുന്നത് കേട്ടോ, PC ജോർജ് പറയുന്നത് കേട്ടോ, അയാൾ നമ്മുടെ ആളാണ്, അയാൾ കഴിഞ്ഞേ ഉള്ളല്ല. ഇപ്പോൾ അന്ന് ഈ PC ജോർജിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും മൗലവി മത്സരിക്കാൻ നിന്നാൽ പോലും PC ജോർജ് മൗലാന കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെയ്തേക്കണം. അപ്പോൾ ഇത് തിരിച്ചറിവിൻ്റെ വിഷയമല്ല. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നിക്കറിടാത്തവർ വളർന്നു കഴിഞ്ഞ് നിക്കറിടും, തിരിച്ചറിവുണ്ടായെന്ന് പറയും. ഇത് പറയുന്ന പ്രായത്തിൽ, രണ്ടും പറയുന്ന പ്രായത്തിൽ നല്ല പക്വതയും മൂത്ത് പഴുത്ത് വിളഞ്ഞതിന് ശേഷമാണ് ഇത് രണ്ടും പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താ? ഇപ്പം ഈ പറഞ്ഞ സംഗതി പറയുന്നത് അന്ന് അങ്ങനെ പറയുന്നത് കൊണ്ട് PC ജോർജിന് ഗുണം വേണമായിരുന്നു. ആ ഗുണം അനുഭവിച്ചത് PC ജോർജും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ അടങ്ങുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഈ വിദ്വേഷം പറയുന്നതിലൂടെ മാത്രമേ പുള്ളിക്ക് ഗുണം കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ മീനിങ് പുള്ളിക്ക് മുസ്ലിങ്ങളോട് അന്ന് സവിശേഷമായ സ്നേഹം വല്ലതും ഉണ്ടായിരുന്നുവെന്നോ ഇപ്പോൾ മുസ്ലിങ്ങളോട് പുള്ളിക്ക് സവിശേഷമായ വിരോധം വല്ലതും ഉണ്ടെന്നോ ഒന്നുമുള്ള അർത്ഥമല്ല. അപ്പം നമ്മളെന്താ ഇതിൽ ചെയ്യേണ്ടത്? നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു കീഴ്ശ്വാസം പോയ ലാഘവത്തിൽ അങ്ങ് കാണണം. അപ്പോൾ ഉണ്ടാകുന്നൊരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു സംഗതിയിൽ മാത്രമേ ഇതിനെയൊക്കെ കാണാവൂ. അവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചേക്കണം. എന്നിട്ട് മനുഷ്യർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഒരു വ്യത്യാസവും വരുത്താനും പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം.